ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജായ NIT കാലിക്കറ്റിൽ 50 വർഷം മുമ്പ് നടന്നൊരു സംഭവം കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചുവെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ലീഡർ K കരുണാകരൻ ഒരു അച്ഛന്റെ കണ്ണീരിന് മുന്നിൽ തോറ്റ് രാജിവെച്ച് പുറത്തു പോകാനിടയായ രാജൻ കേസിനെ പറ്റി 90 സെക്കൻഡിൽ നോക്കിയാലോ? വെൽക്കം ടു എക്സ്പ്ലെയിൻഡ് ഇൻ 90 സെക്കൻഡ്സ്. 1976 ഫെബ്രുവരി 28 പുലർച്ചെ 3:30 കോഴിക്കോട് കായണ്ണ പോലീസ് സ്റ്റേഷൻ നക്സലൈറ്റുകൾ ആക്രമിക്കുന്നത്. ഈ കേസിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇന്നത്തെ NITയും അന്നത്തെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലും പഠിച്ചിരുന്ന ഫൈനൽ ഇയർ വിദ്യാർത്ഥി രാജനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അക്രമം നടക്കുമ്പോൾ രാജൻ ഫറോക്ക് കോളേജിലായിരുന്നുവെന്ന് സാക്ഷികൾ ഉണ്ടായിട്ടും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മന്ത്രി അപമാനിക്കുന്ന രീതിയിൽ പാട്ടുപാടിയതിനാണ് രാജനെ അറസ്റ്റ് ചെയ്തത് എന്നൊരു കഥയുമുണ്ട്. നൊട്ടോറിയസ് ആയ ജയറാം പഠിക്കൽ എന്ന ഉദ്യോഗസ്ഥനാണ് രാജനെ അറസ്റ്റ് ചെയ്തത് എന്ന വിവരം അറിയുന്നതോടുകൂടി രാജന്റെ അച്ഛൻ ഈച്ചര വാര്യർ മുഖ്യമന്ത്രി അച്യുത മേനോനെയും ആഭ്യന്തരമന്ത്രി കരുണാകരനെയും പോയി കാണുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ പീഡിപ്പിക്കാൻ കക്കയത്ത് ആരംഭിച്ച ടോർച്ചർ ക്യാമ്പിലേക്കാണ് പോലീസ് രാജനെ കൊണ്ടുപോകുന്നത്. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ രാജൻ രക്ഷപ്പെട്ട് ഒളിവിൽ പോയി എന്നാണ് പഠിക്കൽ പറഞ്ഞത്. മാസങ്ങൾ ഒരുപാട് നീണ്ടുപോയി. 1977 കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഈച്ചര വാര്യർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. കേസ് കേരളമാകെ ചർച്ചയാകുന്നു. രാജനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് കരുണാകരൻ നിയമസഭയിലും കോടതിയിലും കള്ളം പറയുന്നു. രാജനെ പോലീസ് കൊണ്ടുപോകുന്നത് കണ്ട 2 ദൃക്സാക്ഷികളുടെ ആത്മഹത്യ കേസിന്റെ ദുരൂഹത കൂട്ടി. കക്കയം ക്യാമ്പിൽ ക്രൂരമായ ഉരുട്ടലിന് വിധേയനായ രാജൻ എന്ത് സംഭവിച്ചുവെന്ന് രാജന്റെ സഹതടവുകാരൻ പറയുന്നുണ്ട്. വയറ് കീറി ഈ ചാക്കോട് കൂടിയിട്ട് പുഴയിലേക്ക് ഇടുക. അടിച്ചുകൊന്ന് ചാക്കിൽ കൊണ്ടുപോയി പഞ്ചസാരയിട്ട് കത്തിച്ചുവെന്നും ഡാമിൽ താഴ്ത്തിയെന്നും ശവശരീരം പന്നി ഫാമിൽ തീറ്റയെ നൽകിയെന്നും ഒക്കെ കഥകളുണ്ട്. രാജൻ മരിച്ചതായി അന്വേഷണ സംഘം പിന്നീട് സ്ഥിരീകരിച്ചെങ്കിലും മൃതദേഹം ഒരിക്കലും കണ്ടെത്തിയില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും കരുണാകരൻ ഇതിനെയൊന്നും തള്ളി പറഞ്ഞിട്ടില്ല. അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇതുമായിട്ട് മാത്രമായിട്ടാണോ അതിനെ കാണുന്നത്? ഇപ്പോഴും മാത്രം അല്ലെങ്കിൽ 10-35 കൊല്ലം മുൻപുള്ളവര് എന്തിന്റെ പേരിൽ ഇപ്പൊ പൊക്കിക്കൊണ്ടുവന്നു? അവരവരുടെ ജോലി ചെയ്തു. ഞാനതിന് മുഴുവൻ അവരെ കുറ്റം പറയുന്നു. കരുണാകരനും ഇതിൽ പങ്കുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചതോടെ 1 മാസം തികയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനം കരുണാകരൻ രാജിവെക്കേണ്ടി വന്നു. രാജന്റെ ഓർമ്മയ്ക്ക് 1977 NITയിൽ ആരംഭിച്ച ഓൾ കേരള രാജൻ മെമ്മോറിയൽ മ്യൂസിക് കോമ്പറ്റീഷനാണ് പിന്നീട് രാഗം എന്ന കലോത്സവമായി മാറിയത്. മകനെ കാണാതായ വിഷമത്തിൽ മാനസിക വിഭ്രാന്തി വന്നാണ് രാജന്റെ അമ്മ രാധ 2000 മരിക്കുന്നത്. 6 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ ഈച്ചര വാര്യരും പോയി. പക്ഷേ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല. രാജൻ എവിടെ? പറഞ്ഞുതരാം.